നമസ്കാരം. നിരവധി വാർത്തകളും വിശേഷങ്ങളും ഉള്ള ഒരു പ്രഭാത കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ നോക്കാം. ആദ്യം വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വരവേൽക്കാൻ ഒരുങ്ങി തൃശൂർ. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. സിബി അനുമോദ് അവിടെ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. തൃശൂർ കേരളം ഒരുക്കത്തിലാണ് പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ. എന്തായാലും അദ്ദേഹം നാളെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുക്കങ്ങളൊക്കെ അവസാന ഘട്ടത്തിലാണോ? എന്തായാലും പ്രധാനമന്ത്രിയുടെ വരവ് ബിജെപിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നതാണോ? ഗുഡ് മോർണിംഗ് ഭവ്യ. നമുക്കറിയാം, കേരളത്തിൽ BJP ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്നത് തൃശ്ശൂരിലാണ്. അപ്പോൾ ആ തൃശ്ശൂരിൽ തന്നെ പ്രധാനമന്ത്രി എത്തുമ്പോൾ അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കേളികൊട്ടായിട്ട് തന്നെയാണ് BJP കരുതുന്നത്, കണക്കാക്കുന്നത്. അത്രമാത്രം വലിയ ഒരു പ്രതീക്ഷ ഈ ഒരു പ്രധാനമന്ത്രി സന്ദർശനത്തിലും തുടർന്ന് അദ്ദേഹം നടത്താൻ പോകുന്ന പ്രഖ്യാപനങ്ങളിലുമൊക്കെ BJP പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന മഹിളാ സമ്മേളനത്തിന്റെ വേദിയുടെ തൊട്ടടുത്താണ്. ഇവിടെ പോലീസിന്റെ കർശന നിയന്ത്രണമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ ഇവിടെ കാണാം. നായ്ക്കനാൽ വഴി നടക്കുന്ന ക്ഷേത്രത്തിലേക്ക് കടക്കുന്ന ഇടത്താണ് ആ വേദി ഒരുങ്ങുന്നത്. സ്റ്റേജ് നിർമ്മാണം അതിൻ്റെ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നാളെ ഉച്ചയ്ക്ക് 2 മണിയോടെ തൃശ്ശൂരിലെത്തും. അദ്ദേഹം കുട്ടനല്ലൂരിലാണ് ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുക. അതിനുശേഷം റോഡ് മാർഗം ഇവിടേക്ക് എത്തും. ഈ തൃശ്ശൂർ റൗണ്ടിന് അടുത്ത് വെച്ച് ജില്ലാ ആശുപത്രിക്ക് സമീപം മുതൽ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ ആരംഭിക്കും. ഏതാണ്ട് ഒരു 3/4 കിലോമീറ്റർ ദൂരം. ആ റോഡ് ഷോയ്ക്ക് ശേഷം അദ്ദേഹം ഇതുവഴി, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ നായ്ക്കനാൽ കവാടം, അതുവഴിയാണ് വേദിയിലേക്ക് കടക്കുക. ഇവിടെയാണ് ആ വേദി സജ്ജീകരിച്ചിരിക്കുന്നത്. 2 ലക്ഷത്തിലധികം പേരാണ് ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നാണ് BJP അവകാശപ്പെടുന്നത്. മഹിളാ സമ്മേളനം, 2 ലക്ഷം വനിതകൾ ആയിരിക്കും ആ സമ്മേളനത്തിൻ്റെ ഭാഗമാവുക. വനിതകൾക്ക് മാത്രമാണ് ഈ ഒരു സമ്മേളനത്തിൻ്റെ സദസ്സിലേക്ക് പ്രവേശനം ഉള്ളത്. മറ്റു പ്രവർത്തകർ ഈ റോഡ് ഷോയുടെ ഭാഗമായിട്ട് സ്വരാജ് റൗണ്ടിൽ അണിനിരക്കുമെന്നാണ് BJP അറിയിച്ചിട്ടുള്ളത്. വലിയ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. BJPയുടെ ഒരു ഏറ്റവും വലിയ ശക്തി പ്രകടനമായിട്ട് തന്നെ, ഒരുപാട് രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു സമ്മേളനമായിട്ട് തന്നെ ഈ ഒരു തൃശ്ശൂരിലെ മഹിളാ സമ്മേളനത്തെ BJP കരുതുന്നു. പ്രധാനമന്ത്രി നേരിട്ട് വരുന്നു. അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കാനാണെന്ന് വ്യക്തമാണ്. നമുക്കറിയാം, മുൻ വർഷങ്ങളിൽ BJPയുടെ ഒരു പ്രകടനം അത് കുറെ കൂടി മെച്ചപ്പെടുത്തി കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് പ്രതിനിധി എത്തിക്കുക എന്ന വലിയ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ വലിയ ഒരു ദൗത്യമാണ് BJP സംസ്ഥാന നേതൃത്വത്തിന് മുൻപിലുള്ളത്. പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ തൃശ്ശൂരിന് പുറമെ BJP പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങളും കുറെ കൂടി ഊർജിതമാകും. അതോടൊപ്പം തന്നെ വലിയ പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തിന്റെ ഈ ഒരു സമ്മേളനത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ BJP നേതൃത്വം ഇതിൽ അർപ്പിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നേരിട്ട് തന്നെ പ്രചരണത്തിന് എത്തുന്നു എന്നുള്ളത് വലിയ പ്രത്യേകത തന്നെയാണ്. തൃശ്ശൂർ ഒരു അഭിമാന പോരാട്ടമായി എടുത്തിരിക്കുകയാണ് BJP എന്നത് സൂചിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ സന്ദർശനം എന്ന വിലയിരുത്താം. അതോടൊപ്പം തന്നെ കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നു, പ്രധാനമന്ത്രി പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നതോടൊപ്പം
തന്നെ പ്രധാനമന്ത്രി തന്നെ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹം പ്രഖ്യാപിക്കുമോ എന്നുള്ളൊരു ആകാംക്ഷ കൂടി ആളുകൾക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ അതും ഏറെ കൗതുകമുള്ളതാണ്, നിർണായകമാണ്. പ്രധാനമന്ത്രി തന്നെ നേരെ ഒരു ലോക്സഭാ സ്ഥാനാർത്ഥിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. തീർച്ചയായും നമുക്കറിയാം, സുരേഷ് ഗോപി ഏറെ കാലങ്ങളായിട്ട് തൃശ്ശൂരിൽ സജീവമായിട്ട് പ്രവർത്തന രംഗത്തുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ തീരുമാനിച്ചതാണ്. കഴിഞ്ഞ ദിവസം വി മുരളീധരൻ നമുക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലും അത് അദ്ദേഹം തുറന്നു പറഞ്ഞിരുന്നു. പ്രധാനമന്ത്രി വന്നാലും ആര് വന്നാലും സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയുടെ പേര് പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് തൃശ്ശൂരിൽ വളരെ വലുതാകുമെന്നാണ് BJP കരുതുന്നത്. കാരണം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് സുരേഷ് ഗോപി നടത്തുന്ന പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിനതീതമായി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഉള്ള സ്വാധീനം, അതൊക്കെ തൃശ്ശൂരിൽ ഗുണം ചെയ്യും എന്ന കണക്കുകൂട്ടൽ തന്നെയാണ് BJPക്കുള്ളത്. കഴിഞ്ഞ ദിവസം BJP നേതാക്കൾ സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയുന്ന ഒരു കാര്യം, ജയിക്കാൻ കഴിയുന്ന ജനസമ്മതിയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് BJPയുടേതെങ്കിൽ BJPക്ക് രാഷ്ട്രീയത്തിനതീതമായി നിഷ്പക്ഷ വോട്ടുകൾ ലഭിക്കും എന്നൊരു കണക്കുകൂട്ടലാണ് അവർക്കുള്ളത്. സുരേഷ് ഗോപി അതിന് ഉചിതനായ സ്ഥാനാർത്ഥിയാണെന്ന് BJP നേതൃത്വം കരുതുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വോട്ട് ശതമാനത്തിലുണ്ടായ വർധനവ്, സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരു സ്ഥാനാർത്ഥി, മോദി നേരിട്ട് പ്രചാരണത്തിനിറങ്ങുന്നു, പിന്നാലെ കേന്ദ്ര നേതാക്കളുടെ സന്ദർശനമുണ്ടാകും. ഇത്തരത്തിലുള്ള വലിയ ഒരു മാറ്റം, ഈ ഒരു പ്രവർത്തനങ്ങളൊക്കെ തന്നെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന പ്രതീക്ഷ BJPക്കുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്രിസ്തീയ മത മേലധ്യക്ഷന്മാരുമായിട്ടുള്ള ഒരു അടുപ്പം. അതായത് പ്രധാനമന്ത്രി തന്നെ വിളിച്ച ക്രിസ്മസ് വിരുന്നും അതിനുശേഷമുണ്ടായ വിവാദങ്ങളുമൊക്കെ ഈ ഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. തൃശ്ശൂരിലേക്ക് മോദി എത്തുമ്പോൾ ക്രിസ്തീയ സഭകളുമായിട്ട് മതമേലധ്യക്ഷന്മാരുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമോ എന്ന കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. എന്ന് തന്നെയാണെങ്കിലും മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ ഊഷ്മളമായൊരു ബന്ധം ഈ സഭകളുമായിട്ട് BJP ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നൊരു കണക്കൂട്ടൽ തന്നെയാണ് BJPക്കുള്ളത്. അതായത് BJPയുടെ ഒരു ക്രൈസ്തവ നയതന്ത്രം തൃശ്ശൂരിൽ ഒരു പരിധിവരെ വില പോകും, വിജയിക്കും എന്നതിലേക്ക് തന്നെയാണോ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ കാറ്റ് വീശുന്നത്? എങ്ങനെയാണ്? തൃശ്ശൂരിന്റെ ഒരു പൊളിറ്റിക്സ് സംബന്ധിച്ച് ക്രിസ്തീയ സഭകളുടെ വോട്ട് വളരെ നിർണായകമാണ്. നമുക്കറിയാം, 2013 നടന്ന തെരഞ്ഞെടുപ്പിൽ ക്രിസ്തീയ സഭകളുടെ നിലപാട് തൃശ്ശൂരിന്റെ തന്നെ വിധി മാറ്റി എഴുതിയതാണ്. സഭയുടെ അതൃപ്തി, അല്ലെങ്കിൽ സഭയ്ക്ക് അതൃപ്തി ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് PC ചാക്കോ അന്ന് തൃശ്ശൂരിൽ നിന്ന് ചാലക്കുടിയിലേക്ക് മാറിയത്. അതേ സഭകളുടെ പിന്തുണ വേണ്ട പോലെ UDFന് ലഭിക്കാത്ത സാഹചര്യത്തിലായിരുന്നു അന്ന് CPIയുടെ CN ജയദേവൻ വിജയിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ സഭകളുടെ ഒരു സ്വാധീനം തൃശ്ശൂരിൽ വളരെ വലുതാണ്. സ്വാഭാവികമായിട്ടും ഈ ഒരു പിന്തുണ BJPക്ക് ലഭിക്കുകയാണെങ്കിൽ BJPക്ക് ഇവിടെ ഒരു ചരിത്രം സൃഷ്ടിക്കാമെന്നൊരു പ്രതീക്ഷ, കണക്കൂട്ടലാണ് BJP നേതൃത്വത്തിനുള്ളത്. അപ്പോൾ സഭയെ പരമാവധി കൂടെ നിർത്തി അടുപ്പിച്ച് അവരുടെ പ്രീതി നേടി അത്തരത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നാണ്, BJPക്ക് കഴിയുമോ എന്നാണ് കണ്ടറിയേണ്ടത്. എന്നാൽ അതിനുള്ള ശ്രമങ്ങൾ സജീവമായിട്ട് തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഈ ഒരു തൃശ്ശൂരിൽ തന്നെ ഈ ഒരു മഹിളാ സമ്മേളനം വെച്ചതും ഈ തരത്തിലുള്ള ചില കൂടിക്കാഴ്ചകളും ഇത്തരത്തിലുള്ള ചില നീക്കങ്ങളും ലക്ഷ്യമിട്ടാണെന്ന് നമുക്കറിയാം. അത് എത്രമാത്രം നടപ്പിലാകും, എത്രമാത്രം BJP ഉദ്ദേശിച്ചതുപോലെ ക്രിസ്തീയ വോട്ടുകൾ അവർക്ക് ലഭിക്കുമെന്നൊക്കെ ഈ കണ്ടറിയേണ്ടതാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നരേന്ദ്രമോദി എന്തെല്ലാം കാര്യങ്ങളാവും തൃശ്ശൂരിൽ പറയുക എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്ന. മഹിളാ സമ്മേളനത്തിൽ സ്ത്രീ സംവരണവും മാത്രമായിരിക്കില്ല സഭകൾക്ക് വേണ്ട, അല്ലെങ്കിൽ പ്രധാനമന്ത്രി പറയുന്ന കാര്യങ്ങൾ അത് രാഷ്ട്രീയമായിട്ട് ഏറെ സ്വാധീനമുണ്ടാക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹം എന്ത് പറയും എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. തൃശ്ശൂരിൽ മോദിയുടെ വാക്കുകൾ എന്താകുമെന്നറിയാൻ കേരളം കാതോർക്കുകയാണ് എന്ന് നമ്മൾ ആലങ്കാരികമായിട്ട് പറയുകയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. മോദിയുടെ പ്രസംഗം, മോദി എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകും, എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ നടത്തും എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ വരും തെരഞ്ഞെടുപ്പുകളിലേക്ക് BJP നടത്തുന്ന ഏറ്റവും വലിയ ചുവടുവയ്പ്പുകളിൽ ഒന്നാണ് തൃശ്ശൂരിൽ നാളെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന മഹിളാ സമ്മേളനം.
തീർച്ചയായും എന്തായാലും ബിജെപിയുടെ ക്രൈസ്തവ നയതന്ത്രം വിജയിക്കുമോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശൂരിൽ എന്തു പറയും? സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാണ്. CV അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് വരാം. കൊച്ചിയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ചതിന് അറസ്റ്റിലായ 6 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ജാമ്യം. എറണാകുളം ജില്ലാ കോടതി മജിസ്ട്രേറ്റാണ് ജാമ്യം അനുവദിച്ചത്. പ്രവർത്തകർക്ക് ജാമ്യം ലഭിച്ചതോടെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് മുന്നിൽ 7 മണിക്കൂറോളം നീണ്ടുനിന്ന സമരം കോൺഗ്രസ് നേതാക്കൾ അവസാനിപ്പിച്ചു. അറസ്റ്റിലായ കോൺഗ്രസ് പ്രവർത്തകരെ പുലർച്ചെ 2 മണിയോടുകൂടിയാണ് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കിയത്. ഡാനി ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഡാനി, വലിയ പ്രതിഷേധമായിരുന്നു ഇന്നലെ. കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം മണിക്കൂറുകളോളം 7 മണിക്കൂറുകളോളം നീണ്ടത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം സാധാരണക്കാരായ ജനങ്ങളുമായടക്കം അവർക്ക് വാക്കുതർക്കത്തിൽ ഏർപ്പെടേണ്ടി വന്നു. കാരണം മണിക്കൂറുകളോളമാണ് റോഡ് ഗതാഗതം സ്തംഭിച്ചത്. വലിയ പ്രതിഷേധത്തിനാണ് ഇന്നലെ സാക്ഷ്യം വഹിച്ചത്. നിലവിലെ ഒരു സാഹചര്യം, പ്രവർത്തകർ പൂർണ്ണമായും അവിടുന്ന് പിന്മാറിയോ എന്താണ്? പ്രത്യേകിച്ച് ഇന്നും നവകേരള സദസ്സ് നടക്കാനിരിക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെ കോൺഗ്രസ് നൽകുന്ന പശ്ചാത്തലത്തിൽ ഭവ്യ, ഈ അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് ഇത്രക്ക് രീതിയിൽ ഈ പാതിരാ സമരം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പോലെ അത്ര ശക്തമായിട്ട് എല്ലാവരും പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിലേക്ക് ഇങ്ങനെ ഈ രീതിയിലേക്കൊരു സമരം അടുത്ത കാലത്ത് ജില്ലയിൽ പ്രത്യേകിച്ചും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. വൈകിട്ട് 4 മണിയോടുകൂടിയാണ് ഈ പ്രവർത്തകരെ വിട്ടയക്കണം എന്നൊരാവശ്യമായിട്ട് എത്തുന്നത്. ഇവർ മുഖ്യമന്ത്രി കടന്നു പോയതിനു ശേഷം 5:30 മണിക്ക് ശേഷം വിട്ടയക്കുമെന്നൊരു സൂചന നൽകുന്നു. ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് പ്രവർത്തകർക്ക് നേരെ ചുമത്തിയിരുന്നതും എല്ലാം ചെയ്തത്. പക്ഷേ പിന്നീട് ഈ കാര്യങ്ങൾ അങ്ങ് മാറുകയായിരുന്നു. ഇതിന് കോൺഗ്രസ് ആരോപിക്കുന്നത് CPM-ന്റെ ഒരു നേരിട്ടുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ നടന്നു. 2 പ്രാദേശിക നേതാക്കളടക്കം പോലീസ് സ്റ്റേഷനിൽ എത്തുകയോടെയാണ് ഇവരുടെ വകുപ്പുകളടക്കം മാറുന്നത് എന്നതാണ് പറയുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു എന്നതടക്കമുള്ള വകുപ്പുകൾ പിന്നീട് അതിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായെന്ന് ഇവർ ആരോപിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഇവരെ മോചിപ്പിക്കണം, ഈ വകുപ്പുകൾ മാറ്റത്തിന് പിന്നിൽ ഇത് പോലീസിൻ്റെ ഈ രീതിയിലുള്ള CPM വൽക്കരണമാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ടാണ് ജനപ്രതിനിധികളടക്കം ഇവിടേക്ക് എത്തുന്നത്. തുടർന്ന് സമരം അതിനൊരു രൂപം തന്നെ മാറുന്നു. റോഡടക്കം ഉപരോധിക്കുന്നു. വലിയ രീതിയിലേക്ക് പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടുന്നു. MP-യും MLA-മാരും അടക്കം ഇവിടേക്ക് എത്തുന്നു. ഹൈബീഡൻ MP-യും അതോടൊപ്പം തന്നെ MLA-മാരായ ഉമാ തോമസും TJ വിനോദും അൻവർ സാദത്തും എല്ലാം തന്നെ എത്തുന്നു. DCC പ്രസിഡന്റ് ഷിയാസ് ഈ സമരത്തിൻ്റെ നായകത്വം വഹിച്ചുകൊണ്ട് അവിടെ തുടരുന്നു. പ്രവർത്തകരെ വിട്ടുകിട്ടാതെ തങ്ങൾ പോകില്ല എന്നൊരു ഉറച്ച നിലപാടിലേക്ക് വരുന്നു. പക്ഷേ ഏതാണ്ട് 2 മണിയോടുകൂടിയാണ് മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഇവിടെ ഹാജരാക്കുകയും ചെയ്യുന്നത്. അത് ആദ്യം ലഭിച്ച വകുപ്പുകൾ അതിൽ പിറ്റേന്ന് കോടതിയിൽ ഹാജരാക്കാം എന്ന് പോലീസ് വിശദീകരിച്ചെങ്കിലും അതിന് തങ്ങൾ തയ്യാറല്ല, വിട്ടുപോകില്ല. അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഇന്ന് നവകേരള സദസ്സിൻ്റെ ഒരു സമാപനമാണ്. ഇന്ന് ജില്ലയിൽ 2 ഇടങ്ങളിൽ നവകേരള സദസ്സ് നടക്കുന്നു, തൃപ്പൂണിത്തുറയിലും അതോടൊപ്പം തന്നെ കുന്നത്തുനാടും. ഇന്ന് ഇതിൻ്റെ ഒരു പ്രക്ഷോഭത്തിൻ്റെ ഒരു തുടർച്ച വലിയ രീതിയിലേക്ക് മാറുകയാണെങ്കിൽ അത് ഈ പരിപാടികൾക്കെല്ലാം തന്നെ അത് നേരിട്ടും അല്ലാതെയും എല്ലാം തന്നെ ഒരു സമരം ഉണ്ടാകുന്നൊരു സാഹചര്യം തന്നെ ഉണ്ട്. അപ്പോൾ അത്തരം ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അടക്കം ഒഴിവാക്കുക എന്ന കാരണങ്ങൾ കൊണ്ട് തന്നെ പോലീസ് രാത്രി തന്നെയും പുലർച്ചയോടുകൂടി മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കാൻ തന്നെ തീരുമാനിച്ചു. 2 മണിയോടുകൂടി ഹാജരാക്കുന്നു. 6 പ്രവർത്തകർക്കും ജാമ്യം ലഭിക്കുന്നു, ഉപാധികളോട് ജാമ്യം ലഭിക്കുകയും ചെയ്യുന്നു. ഇതിനുശേഷമാണ് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തീരുമാനിക്കുന്നത്. അവിടെ പോലീസ് സ്റ്റേഷന് മുന്നിൽ മധുരം വിതരണം ചെയ്ത് ആഘോഷം നടത്തിയാണ് പ്രവർത്തകർ പുലർച്ചെ പിരിഞ്ഞു പോവുകയും ചെയ്തത്. ഇതിൽ ഇന്നും സമരമുണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അത് പോലീസ് സ്റ്റേഷൻ മാർച്ചാണോ അത് ഏത് രൂപത്തിലാണ് എന്നത് സംബന്ധിച്ച് ഇന്ന് രാവിലെയാണ് വ്യക്തമാക്കുകയും ചെയ്യുകയുള്ളൂ. ഏതായാലും വലിയ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്. ഇതുവരെ സമീപകാലത്തൊന്നും നമ്മൾ കാണാത്ത തരത്തിലൊരു വലിയ പ്രതിഷേധത്തിന്, ഒരു പാതിരാ സമരം എന്ന് തന്നെ പറയാവുന്ന തരത്തിലേക്കുള്ള ഒരു പ്രതിഷേധമായിരുന്നു ഇന്നലെ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായത് കാര്യത്തിൽ തർക്കമില്ല. ഈ ജാമ്യമിൽ ഒരു സാധാരണക്കാരനായ ആളുകൾ പോലും പ്രതിഷേധിക്കുന്ന നാടാണ് നമ്മുടേത്. അത്തരത്തിൽ പ്രതിഷേധത്തെ അടിച്ചമർത്തുന്ന രീതിയിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്താൻ പോലീസ് കാണിച്ച ആ ആർജവം, അതിന് പിന്നിൽ ഏത് തരം ഇടപെടലാണെന്നാണ് കോൺഗ്രസ് പറയുന്നത്? ഭവ്യ, ഇക്കാര്യത്തിൽ ഈ ചുറ്റും നടന്ന സമരങ്ങളെ തന്നെ തുലനം ചെയ്തുകൊണ്ടാണ് ഇവർ വിശേഷിപ്പിക്കുന്നത്. കാരണം ഗവർണർക്കെതിരെ നടന്ന സമരങ്ങൾ എല്ലാവരും തന്നെ കണ്ടതാണ് എന്ന് പറയുന്നു. വലിയ രീതിയിൽ തന്നെ സമരം ഉണ്ടാകുന്നു, നേരിട്ട കരിങ്കൊടി പ്രയോഗം ഇതടക്കം ഉണ്ടാകുന്നു, ഗവർണറുടെ വാഹനത്തിലിടിക്കുന്നു, ഇങ്ങനെ പല രീതിയിലുള്ള സമരങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ അവർക്കെല്ലാം തന്നെ
വളരെയധികം ഇളവ് ലഭിക്കുന്ന രീതിയിലാണ് പോലീസ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. പലരെയും അനുനയിപ്പിച്ച് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് തോളിൽ കൈയിട്ട് അവരെ കൊണ്ടുപോകുന്നു, സമര നേതാക്കളെ അടക്കം കൊണ്ടുപോകുന്നു. അത്രത്തോളം വരാത്ത കുറ്റമാണ് തങ്ങളുടെ പ്രവർത്തകർ ചെയ്തതെന്ന് പറയുന്നു. വഴിയിൽ നിന്ന് പോലീസ് വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയുന്ന രീതിയിൽ നവകേരള യാത്ര അതിൻ്റെ ബസ് കടന്നു പോകുമ്പോൾ ആ വഴിയിൽ നിന്ന് പ്രതിഷേധിക്കുക മാത്രമാണ്, അതിൻ്റെ യാത്രയെ തടസ്സപ്പെടുത്തുന്നില്ല, പോലീസ് വാഹനങ്ങളെ തടസ്സപ്പെടുത്തുന്നില്ല. ഈ രീതിയിൽ സമരം ചെയ്ത അവരെയാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അത് തുടക്കത്തിൽ പോലീസിനത് ബോധ്യപ്പെടുകയും അവർക്ക് ചുമത്തിയ വകുപ്പുകൾ കാണിച്ചുകൊണ്ട് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി മുഴുവൻ പേപ്പറുകളും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയും അവരെ വിടാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ആകുമ്പോഴാണ് പ്രാദേശികമായ CPM നേതാക്കൾ അവിടെ എത്തുകയും അതിനുശേഷം ഇവർ പറയുന്നത്, സമരത്തിനുള്ളവർ തന്നെ പറയുന്നത്, നിന്നെ കാണിച്ചു തരാമെന്നെല്ലാം പറഞ്ഞ് പരസ്പരം അങ്ങോട്ട് ആക്രോശം വിളികൾ ഈ വന്ന പ്രാദേശിക നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് അവർ ആരോപിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഈ കളം മാറുന്നതെന്ന് അവർ പറയുന്നു. ഗുരുതരമായ വകുപ്പുകൾ ഇവർക്ക് നേരെ ചുമത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് നേരിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നു. അതുമാത്രവുമല്ല, വളരെ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ MP അടക്കമുള്ളവർ ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കുന്നു. 7 മണിക്കൂറോളം പിന്നിടുന്നു. അർദ്ധരാത്രിയും പിന്നിട്ട് പുലർക്കാലത്തിലേക്ക് പോകുന്നു. അപ്പോൾ പോലും ഒരു ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ ആരെങ്കിലും അവിടേക്ക് വരാനോ സംസാരിക്കാനോ ആരും തന്നെ തയ്യാറാകുന്നില്ല എന്നതാണ്. അത് കോൺഗ്രസ് നേതാക്കളടക്കം പറയുന്നത് ഇത് വളരെ കൃത്യമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ മാത്രമാണ് അവിടേക്ക് എത്തുന്നത്. അതിനു മുന്നിൽ ഉയർന്ന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, കമ്മീഷണർ അടക്കമുണ്ട്, പോലീസ് കമ്മീഷണറേറ്റ് ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ആരും തന്നെ ഇത് സംബന്ധിച്ച് ഇവരുടെ ഫോൺ വിളികൾക്ക് മറുപടി പറയുകയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട് ഈ വകുപ്പ് മാറ്റം സംഭവിച്ചു എന്നതിന് കാര്യമായ വിശദീകരണങ്ങളില്ല. ആദ്യം പറയുന്നത് പോലീസ് വാഹനം തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇവർ പെരുമാറിയെന്നാണ്. പക്ഷേ ദൃശ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറയുന്ന ആ രീതിയിലുള്ള ഒരു കാര്യങ്ങളും അവിടെ ഉണ്ടായില്ല എന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതിൽ കൃത്യമായൊരു ഇടപെടലുണ്ട്. മാത്രവുമല്ല, ജനപ്രതിനിധികളടക്കം 3 MLA-മാരും ഒരു MP-യും അടക്കം പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് സമരം നടത്തുമ്പോൾ എന്താണ് അതെന്ന് ചോദിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കുന്നില്ല എന്നെല്ലാമാണ് കോൺഗ്രസിൻ്റെ ഒരു ആക്ഷേപമായിട്ട് പറയുന്നത്. അതുകൊണ്ട് ഇതിൽ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പുലർക്കാലം വരെ സമരം നീണ്ടുപോകുന്ന രീതിയിലേക്ക് അടക്കം കാര്യങ്ങൾ മാറിയത്. പക്ഷേ പിരിഞ്ഞു പോകില്ല എന്ന ഒരു ധാരണ വേണ്ട എന്ന് തുടക്കത്തിലെ തന്നെ കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. ആ ഒരു നിലപാടിന് മുന്നിൽ ഒടുവിൽ പോലീസിനെ എത്തേണ്ടി വന്നു എന്നതാണ്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഇങ്ങനെ ഒരു കരിങ്കൊടി പ്രകടനം നടത്തിയ ആളുകളെയൊന്നും നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. പുലർച്ചെ 2 മണിയോടെയൊന്നും മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കുന്ന രീതിയൊന്നും കണ്ടിട്ടില്ല. പിറ്റേന്ന് കോടതിയിൽ ഹാജരാക്കാമെന്നായിരുന്നു. പക്ഷേ പിരിഞ്ഞു പോകില്ല എന്നവർ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. പോലീസ് സ്റ്റേഷന് മുന്നിൽ സമരം തുടരുമെന്ന് പറഞ്ഞു. നാളെ ഇന്നയോടുകൂടി സമരത്തിൻ്റെ രൂപം മാറും. ഇവരെ വിട്ടയച്ചില്ല എങ്കിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ ജാമ്യം ലഭിക്കാതെ വരികയാണെങ്കിൽ തീർച്ചയായും സമരത്തിൻ്റെ ദിശ മാറുമെന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. പലപ്പോഴും ഗതാഗത തടസ്സമാണ് നേരിട്ടുള്ള അവസ്ഥയിൽ പലപ്പോഴും വാക്കേറ്റത്തിലേക്ക് വരികയും പോലീസ് സ്റ്റേഷനിലേക്ക് പ്രവർത്തകർ ഇരച്ചു കയറാൻ ശ്രമിക്കുക അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ സമയം വൈകുന്തോറും ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൃത്യമായ സൂചനകൾ തന്നെയായിരുന്നു. ഒടുവിൽ അത് പോലീസിനെ വഴങ്ങേണ്ടി വന്നു എന്നതാണ്. മജിസ്ട്രേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട്ടിലേക്ക് ഇവരെ എത്തിക്കാനായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ഇത് ക്രമസമാധാന പ്രശ്നത്തിലേക്ക് മാറുന്നു എന്നത് തന്നെ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് പുലർച്ചെ തന്നെ ഇവിടെ മജിസ്ട്രേറ്റ് അവസ്ഥയിൽ ഹാജരാക്കുകയും ജാമ്യം ലഭിക്കുകയും ചെയ്തത്. ഇന്നിപ്പോൾ അതിൻ്റെ ഒരു അലയൊലികൾ ഇന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് നവകേരള സദസ്സ് നടക്കുന്നുണ്ട്. 2 മണ്ഡലങ്ങളിൽ അത് ഇന്നുമുണ്ട്. അതിൽ കൃത്യമായ രീതിയിൽ പ്രതിഷേധങ്ങളുണ്ടാകും. യൂത്ത് കോൺഗ്രസിൻ്റെ കരിങ്കൊടി പ്രതിഷേധം തുടരുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നും എറണാകുളം ജില്ലയിൽ പലയിടങ്ങളിൽ സമരമുണ്ടാകുമെന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഈ രീതിയിൽ കരിങ്കൊടി കാണിക്കാനുള്ളൊരു സാധ്യതകളെല്ലാം തന്നെ വളരെ സജീവമാണ്. ഭവ്യ, തീർച്ചയായും എന്തായാലും ഇത്തവണ ജാമ്യമില്ലാ വകുപ്പിൽ ഒതുക്കിയല്ലോ, ആ ഒരു ആശ്വാസത്തിലായിരിക്കും കോൺഗ്രസ്. കാരണം ജീവൻ രക്ഷയിലേക്കൊന്നും എത്താത്തത് വലിയൊരു ആശ്വാസമായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ച്. എന്തായാലും ഡാനി തുടരുക, മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. നവകേരള സദസ്സിന് ഇന്ന് സമാപനം. ഉച്ചകഴിഞ്ഞ് 2-ന് തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സ് പുതിയകാവ് ക്ഷേത്ര മൈതാനിയിലും വൈകിട്ട് 4-ന് കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് മൈതാനിയിൽ കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ നവകേരള സദസ്സും നടക്കും. ഇന്നലെ തൃക്കാക്കരയിലെയും പിറവം മണ്ഡലത്തിലെയും നവകേരള സദസ്സ് പൂർത്തിയായിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നിര്യാണത്തെ തുടർന്നാണ് 4 മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് മാറ്റിവെച്ചിരുന്നത്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഡാനി, ഇന്നത്തോടുകൂടി നവകേരള സദസ്സിന് സമാപനമാവുകയാണ്.
വലിയ പ്രതീക്ഷകളായിട്ടാണ് സാധാരണക്കാർ ഈ നവകേരള സദസ്സിനെ സമീപിച്ചത്. പക്ഷെ അത് എത്രമാത്രം ഫലപ്രദമാകുമെന്നത് കാത്തിരുന്നു കാണേണ്ടത്. അത് സംബന്ധിച്ച വാർത്തകളൊക്കെ നമ്മൾ ഇതിനു മുൻപ് കണ്ടതാണ്. അങ്ങ് കണ്ണൂരിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. എന്തായാലും എന്തൊക്കെയായാലും സാധാരണക്കാരനെ സംബന്ധിച്ച് നവകേരള സദസ്സ് വലിയ പ്രതീക്ഷ തന്നെയാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ് നവകേരള സദസ്സ്. പ്രത്യേകിച്ചും എറണാകുളത്ത് പൂർണ്ണമാവുകയാണ് അതോടുകൂടി. അവിടുത്തെയൊക്കെ ഇന്നത്തെ ഒരു കാര്യപരിപാടികൾ എങ്ങനെയാണ്? ഭവ്യ, ഇന്നലെയും ഇന്നുമായി 2 ദിവസമായിട്ടാണ് 4 മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് നടക്കുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ കാനം രാജേന്ദ്രൻ്റെ നിര്യാണത്തെ തുടർന്നാണ് ഇത് മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നത്. ഇന്നലെ തൃക്കാക്കരയിലും അതോടൊപ്പം തന്നെ പിറവം മണ്ഡലത്തിലുമായിരുന്നു നവകേരള സദസ്സ് നടന്നത്. വലിയ ജനപങ്കാളിത്തം ഈ 2 ഇടങ്ങളിലും ഉണ്ടായിരുന്നു. തൃക്കാക്കരയിലും അതോടൊപ്പം തന്നെ പിറവത്തുമുണ്ടായിരുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ തന്നെ കൂടുതൽ പ്രവർത്തകരും ആളുകളുമെല്ലാം തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും കേൾക്കാൻ തന്നെ എത്തുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ കണക്കൂട്ടൽ തെറ്റില്ല. കൂടുതൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നത് ശരി തന്നെയാണ്. പരാതികളും വലിയ രീതിയിൽ തന്നെ 2 ഇടങ്ങളിലും സ്വീകരിക്കപ്പെട്ടു. ഇന്ന് നടക്കുന്നത് തൃപ്പൂണിത്തുറയിലും അതോടൊപ്പം തന്നെ കുന്നത്തുനാട് മണ്ഡലത്തിലുമാണ്. 3 മണിക്കാണ് തൃപ്പൂണിത്തുറയിലെ നവകേരള സദസ്സ് നടക്കുക. അതിനുശേഷം 5 മണിയോടുകൂടിയാണ് കുന്നത്തുനാടേത് കോലഞ്ചേരിയിൽ വെച്ചാണ് സദസ്സ് നടക്കുന്നത്. ഈ 2 നവകേരള സദസ്സ് കൂടി നടക്കുന്നതോടെ പൂർണ്ണമായും 140 മണ്ഡലങ്ങളിലെയും നവകേരള സദസ്സ് ഈ യാത്രാ മന്ത്രിമാരുടെ അടക്കമുള്ള യാത്രകളടക്കം പൂർണ്ണമാവുകയാണ്. മുഖ്യമന്ത്രിക്ക് ഇന്നലെയും പൊതുപരിപാടികൾ കൊച്ചിയിലുണ്ടായിരുന്നു. ഇന്നും മറ്റു പൊതുപരിപാടികളും തന്നെ ഉണ്ട്. 2 ദിവസം മണ്ഡലത്തിലുള്ളത് കൊണ്ട് ഇതുമായി മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൊതുപരിപാടികളടക്കം നടക്കുന്നുണ്ട്. എന്തായാലും ഇന്നത്തെയോടുകൂടി നവകേരള സദസ്സ് പൂർണ്ണമാകും. മുഖ്യമന്ത്രിയുടെ പതിവ് വാർത്താ സമ്മേളനങ്ങൾ, രാവിലെ ഉണ്ടാകുന്ന വാർത്താ സമ്മേളനങ്ങൾ, അത് അങ്ങനെയൊരു ക്രമീകരണത്തിലേക്കില്ല. നവകേരള സദസ്സിൽ പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് മാത്രമാണ് ഉണ്ടാകുന്നത്. ചില രാഷ്ട്രീയ വിഷയങ്ങൾ അദ്ദേഹം സംസാരിച്ചു പോകുന്നുണ്ട്. ഇന്നലെ അടക്കം അങ്ങനെ ചില പരാമർശങ്ങൾ മാത്രം ഉണ്ടായിരുന്നു. എങ്കിലും പൊതുവിലും ഈ ഇത്തരം കാര്യങ്ങൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് കടന്നു പോകുന്നത്. ഇന്ന് തൃപ്പൂണിത്തുറയിലും അതോടൊപ്പം തന്നെ കുന്നത്തുനാട് മണ്ഡലത്തിലെയും കൂടി നവകേരള സദസ്സ് പൂർത്തിയാകുന്നതോടെ 140 മണ്ഡലങ്ങളിലെയും ഈ യാത്ര പൂർണ്ണമാവുകയാണ്. ഇതിൻ്റെ കൃത്യമായൊരു വിവരണങ്ങൾ, പരാതികൾ സംബന്ധിച്ച് ഒരു ഏകീകരണവും മറ്റു കാര്യങ്ങളും വൈകാതെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 140 മണ്ഡലങ്ങളിൽ ലഭിച്ച പരാതികൾ, അതിൻ്റെ ഒരു ഫോളോ അപ്പ് വർക്കുകൾ, കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് പിന്നീട് ഇതിൻ്റെ ഒരു വിശദീകരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഡാനി, ഒരൊറ്റ കാര്യം കൂടി, അതായത് ഇന്നലെ വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധത്തിന് ഇന്നും കോൺഗ്രസ് ഒരുങ്ങുന്നുണ്ട്. ആ സാഹചര്യത്തിൽ നവകേരള സദസ്സിന് വലിയ സുരക്ഷയായിരിക്കും ഇന്നും ഒരുക്കുക, അല്ലേ? തീർച്ചയായും. കാരണം ഇന്നലെ നവകേരള സദസ്സ് നടന്ന തൃക്കാക്കര നവകേരള സദസ്സ് നടന്നത് കാക്കനാട് പരേഡ് ഗ്രൗണ്ടിലായിരുന്നു. പരേഡ് ഗ്രൗണ്ടിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഭീഷണിക്കത്ത് ലഭിച്ചിരുന്നു. പഴയ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു. വേദിയിൽ കുഴിബോംബ് അടക്കം സ്ഥാപിച്ച് വേദി തകർക്കുമെന്നൊക്കെയായിരുന്നു. അതൊരു വലിയ ഗുരുതര സ്വഭാവത്തിലുള്ളൊരു കാര്യമല്ല എന്നായിരുന്നു പോലീസിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ. എങ്കിൽ കൂടിയും വലിയ രീതിയിലുള്ളൊരു പരിശോധനകൾ ഇന്നലെയും ഉണ്ടായിരുന്നു. അവിടെ പരിശോധന നടന്നു. ബോംബ് ഡിറ്റക്ടിംഗ് സ്ക്വാഡെല്ലാം തന്നെ നേരത്തെ അവിടെ പരിശോധന നടത്തി ഉറപ്പിച്ചിരുന്നു. അത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധം വളരെ ശക്തമായിട്ട് തുടരുന്നത്. നവകേരള യാത്രയുടെ ഒരു ആദ്യഘട്ടമെന്ന് വിശേഷിപ്പിക്കാവുന്നിടത്ത് എറണാകുളം ജില്ലയിലേക്ക് കടന്നപ്പോഴാണ് അതിൻ്റെ ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു രൂപം മാറുന്നത്, അതിൻ്റെ സ്വഭാവം മാറുന്നത്. പലയിടങ്ങളിലും തന്നെയും കരിങ്കൊടി വീശുന്ന ഒരു കാര്യങ്ങൾ നടന്നു. അവരെ ഈ നേരത്തെ ഭവ്യ വിശേഷിപ്പിച്ചതുപോലെ ഈ രക്ഷാപ്രവർത്തനങ്ങളും അവർക്കെതിരെ ഉണ്ടായിരുന്നു. ആ രീതിയിൽ പലയിടത്തും തന്നെയും ഈ അതിക്രമങ്ങൾ നടന്നു എന്നാണ്. അങ്കമാലിയിലും അതോടൊപ്പം തന്നെ ആലുവയിലും ഇതെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷം വലിയ സുരക്ഷയോടുകൂടിയാണ് മുന്നോട്ട് പോകുമ്പോൾ പെരുമ്പാവൂരിൽ ഈ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഷൂസ് എറിയുന്നത്, അതും വലിയ വിവാദത്തിലേക്ക് മാറുന്നു. ഇപ്പോൾ കോൺഗ്രസ് കൃത്യമായിട്ട് തന്നെ ഈ 2 ദിവസത്തെ നവകേരള സദസ്സ് ഇവിടേക്ക് എത്തുമ്പോൾ 2 ദിവസത്തേക്ക് എത്തുമ്പോൾ തുടക്കത്തിലെ തന്നെ ആ പ്രതിഷേധം കനപ്പിച്ചിരിക്കുന്നു. ഇന്നലെ ഉണ്ടായിരുന്ന പ്രതിഷേധങ്ങൾ, അതിൻ്റെ ഒരു ഒച്ചകൾ ഇന്നും ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു സുരക്ഷാ ക്രമീകരണങ്ങൾ നവകേരള സദസ്സ് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി വേദി ഇതിനെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പ്രതിഷേധങ്ങൾ ഈ യാത്ര മധ്യേ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പോലീസും അതിനുള്ളൊരു തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അത് മറ്റ് CPM പ്രവർത്തകരുമായ ഒരു ഏറ്റുമുട്ടലിലേക്കെല്ലാം അത് പോകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഭവ്യ, ശരി, നന്ദി ഡാനി.
നമുക്ക് ശബരിമല വാർത്തകൾ അറിയണം. മകരവിളക്കിന് ശബരിമലയിൽ ഭക്തർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് പോലീസ് പത്തനംതിട്ട ജില്ലാ പോലീസിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡിന് കത്ത് നൽകിയത്. മകരവിളക്കിനോടനുബന്ധിച്ച് വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിമിതപ്പെടുത്തണമെന്നാണ് കത്തിലെ ആവശ്യം. 14-15 തീയതികളിൽ വെർച്വൽ ക്യൂ പരിമിതപ്പെടുത്തണമെന്നും ആവശ്യമുണ്ട്. 14-ന് 40,000-ഉം 15-ന് 20,000-ഉമായി പരിമിതപ്പെടുത്തണം. പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് നിർത്തിവെച്ച നിലയ്ക്കലിൽ ക്രമീകരിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മണ്ഡലകാലത്തെ തീർത്ഥാടകരുടെ തിരക്ക് പരിഗണിച്ചാണ് മകരവിളക്കിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് പരിമിതപ്പെടുത്തണമെന്നുള്ള ആവശ്യം ദേവസ്വം ബോർഡിനോട് പോലീസ് ഉന്നയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള കത്ത് പത്തനംതിട്ട ജില്ലാ പോലീസ് ദേവസ്വം കമ്മീഷണർക്കും എക്സിക്യൂട്ടീവ് ഓഫീസർക്കും നൽകി. ഈ മാസം 14-ന് വെർച്വൽ ക്യൂ ബുക്കിംഗ് 40,000-ആയി പരിമിതപ്പെടുത്തണമെന്നും 15-ന് ഇത് 20,000-ആയി കുറയ്ക്കണമെന്നുമാണ് പോലീസിന്റെ ആവശ്യം. കൂടാതെ പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് പൂർണ്ണമായി നിർത്തലാക്കണമെന്നും പകരം സംവിധാനം നിലയ്ക്കലിൽ ഏർപ്പെടുത്തണമെന്നുമാണ് കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മണ്ഡലകാലത്തെ തിരക്ക് നിയന്ത്രണത്തിലുണ്ടായ അപാകതകൾ മകരവിളക്കിന് ഉണ്ടാകാതിരിക്കാനാണ് പോലീസിന്റെ നീക്കം. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് തിരക്ക് നിയന്ത്രണാതീതമായി വർദ്ധിച്ചതിനാൽ മകരവിളക്കിന് ഭക്തരുടെ സുരക്ഷ കൂടുതൽ ഉറപ്പാക്കുന്നതിനാണ് പോലീസിന്റെ പുതിയ നീക്കം. ന്യൂസ് 18 പത്തനംതിട്ട. ശശിനാരായണൻ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ശശിനാരായണൻ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും മകരവിളക്കിനോട് അടുക്കുകയാണ് സന്നിധാനം. ശബരിമലയിൽ നിലവിലെ ഒരു സാഹചര്യം എന്താണ്? അത് ആദ്യം അറിയട്ടെ. തിരക്കുണ്ടോ ഈ ഒരു സാഹചര്യം ഇന്നൊക്കെ? ഗുഡ് മോർണിംഗ്. ശബരിമലയിലെ ഈ മണ്ഡലകാലത്തിന് ശേഷം മകരവിളക്ക് കാലത്തും തിരക്ക് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. കാരണം മണ്ഡലകാലത്ത് വലിയ തിരക്കാണ് ശബരിമല അനുഭവപ്പെട്ടത്. സമാനമായ രീതിയിൽ മകരവിളക്കിനും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ കാരണം ഇന്നലെയൊക്കെ പത്തനംതിട്ടയിൽ ഇടത്താവളത്തിലൊക്കെ വലിയ വാഹനങ്ങളുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്നു. അത് ഇടത്താവളത്തിൽ വലിയ തിരക്കുണ്ടായിരുന്നു. വാഹനങ്ങൾ നിയന്ത്രിച്ചാണ് ഇന്നലെയൊക്കെ വാഹനം കടത്തിവിട്ടത്. തീർത്ഥാടകരും പോലീസുമായി ചെറിയ വാക്കേറ്റങ്ങളും തർക്കങ്ങളും ഒക്കെ ഇന്നലെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലകാലത്തിൽ ഈ വലിയ നിയന്ത്രണങ്ങൾ, അതായത് ബുക്കിങ്ങിനും നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ ഈ എണ്ണം കുറയ്ക്കണമെന്നുള്ള ആവശ്യമായി പോലീസ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം 40,000 മുതൽ 20,000 വരെ വെർച്വലിലേക്കുള്ള ആളുകളെ പ്രവേശിപ്പിക്കുന്നത് പരിമിതപ്പെടുത്തണമെന്നാണ് പോലീസിന്റെ ആവശ്യം എത്രമാത്രം പ്രാവർത്തികമാകും? കാരണം മകരവിളക്കിന് ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന 10,000-കണക്കിന് ആളുകളുണ്ട്, 10,000-കണക്കിന് ഭക്തരുണ്ടാകും. അവർ ആ സമയം നോക്കി ശബരിമലയിലേക്ക് എത്തുന്ന ആളുകളുണ്ട്. പക്ഷെ അത് കൃത്യമായി അത്തരത്തിൽ നിജപ്പെടുത്താൻ സാധിക്കുമോ പോലീസിന്? അത് തീർച്ചയായും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം മണ്ഡലകാലത്ത് ദർശനം നടത്താൻ കഴിയാത്ത ഭക്തർ മകരവിളക്കിനും ഇതര സംസ്ഥാന തീർത്ഥാടകർക്കും ഏറ്റവും കൂടുതൽ തീർത്ഥാടന സമയമാണ് ഈ മകരവിളക്ക് സമയം എന്ന് പറയുന്നത്. അത് നമ്മുടെ നാട്ടിലെ ആളുകളെക്കാൾ ഇതര സംസ്ഥാന തീർത്ഥാടകരാണ് ശബരിമല എത്തുന്നത്. എന്തായാലും കഴിഞ്ഞ മണ്ഡലകാലത്ത് വലിയ തിരക്ക് അനുഭവപ്പെട്ട സാഹചര്യത്തിൽ തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിനും ഈ ദർശനം നടത്തുന്നതിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് പോലീസ് അനുഭവിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡും പോലീസും തമ്മിൽ വലിയ തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. വലിയ പരാതികൾ മണ്ഡലകാലത്ത് ഉണ്ട്. അതിന്റെ ഒരു സാഹചര്യത്തിലാണ് ഈ മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് ഉണ്ടാകുന്ന തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടി പോലീസിന്റെ ഒരു പുതിയ നീക്കം. അതായത് പോലീസ് പറയുന്നത് ഈ മകരവിളക്ക് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ എത്തുന്ന അഭൂതമായ തിരക്കുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മകരവിളക്കിന്റെ തലേന്ന് 14-ാം തീയതിയും മകരവിളക്കിന്റെ അന്നും 14-ഉം 15-ഉം ഈ 14-ാം തീയതി 40,000-ഉം 15-ന് 20,000-ഉമായി തീർത്ഥാടകരുടെ എണ്ണം പരിമിതപ്പെടുത്താൻ, അതായത് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിലുള്ള ഈ എണ്ണം പരിമിതപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശമാണ് കത്തിൽ ദേവസ്വം ബോർഡിന് കൊടുത്തിരിക്കുന്ന കത്തിൽ പോലീസ് സൂചിപ്പിച്ചിട്ടുള്ളത്. പമ്പയിൽ നിലവിൽ ഈ സ്പോട്ട് ബുക്കിംഗ് സംവിധാനമുണ്ട്. ഇത് നിർത്തിവെച്ച് നിലയ്ക്കലിൽ ഇത് ക്രമീകരിക്കണമെന്നുകൂടി കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ഡലകാലത്തുണ്ടായ പരാതികളും അതുപോലെ പാളിച്ചകളും പരിഹരിക്കാനാണ് ഇത്തരത്തിലൊരു സംവിധാനം പോലീസ് മുന്നോട്ട് വെക്കുന്നത്. കാരണം ഏതെങ്കിലും തരത്തിൽ അപകടങ്ങളോ പോലീസ് നിയന്ത്രിക്കാൻ കഴിയാത്ത സംവിധാനം വന്നാൽ ഒരു അത്യാഹിതങ്ങളോ മറ്റു കാര്യങ്ങളോ തീർത്ഥാടനത്തിന് മകരവിളക്കിന് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന രീതിയിലാണ് പോലീസ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിനോട് ഒരു കത്തിലൂടെ ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം പരമാവധി തീർത്ഥാടകർ ഈ ദിവസങ്ങളിൽ ഈ വെർച്വൽ ക്യൂ ബുക്കിങ്ങുകളുടെ വരുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ്. അതിലാണ് 40,000 14-ാം തീയതിയും 15-ാം തീയതി 20,000 തീർത്ഥാടകരുടെ എണ്ണവും ആക്കി കുറയ്ക്കണമെന്നൊരു നിർദ്ദേശം പോലീസ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. തീർച്ചയായും ശശിനാരായണൻ, അത്തരത്തിലുള്ള ഒരു നിർദ്ദേശങ്ങൾ അത് ഏത് തരത്തിൽ പ്രാവർത്തികമാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണണം. ഒരു കാര്യം കൂടി, മകരവിളക്കിനുള്ള ഒരുക്കങ്ങളൊക്കെ ഏത് തരത്തിലാണ്? മകരവിളക്കിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. കാരണം മുൻകൂട്ടി തന്നെ മണ്ഡല കാലം കഴിഞ്ഞുകൊണ്ട് തന്നെ മകരവിളക്കുള്ള ക്രമീകരണങ്ങളെല്ലാം
പരിതാരത്തും പോലീസിലും മറ്റ് വിവിധ വകുപ്പുകളും നേതൃത്വത്തിന്റെ ഏകോപനത്തോടുകൂടി കാര്യങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. അതായത് ഈ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനി മകരവിളക്കോട് അനുബന്ധിച്ചുള്ള മകരവിളക്ക് ഉത്സവം നടക്കാറുള്ളത്. അതിന്റെ എല്ലാ ദിവസങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ തിരക്കിന്റെ കാര്യത്തിൽ വലിയ ഒരു ആശങ്ക പോലീസിനുണ്ട്. കാരണം ഇത് മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർക്കും അതുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ 1,10,10,000 ആളുകളൊക്കെ സന്നിധാനത്ത് എത്തുന്ന സാഹചര്യമാണ് മണ്ഡലകാലം നമ്മൾ കണ്ടത്. ഇനി മകരവിളക്ക് ദിവസത്തിൽ ഇതിന്റെ ഇരട്ടിയായി വർദ്ധിക്കുന്നു. ഇന്നലെ തന്നെ പത്തനംതിട്ടയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. അത് വരാൻ സാധ്യതയുണ്ടെന്നുള്ള ഒരു മുൻകരുതലാണ് ഇത്തരം ഒരു തീർത്ഥാടന എണ്ണം പരിമിതപ്പെടുത്തണമെന്നുള്ള ആവശ്യം പോലീസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായും വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. തിരിച്ചുവരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത്. വില്യം ഷേക്സ്പിയറുടെ ലോകപ്രശസ്തമായ ഒഥല്ലോ. പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയും ആകാശമാകെ തന്നറിയുന്നോളെ കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജി-ടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. ലക്ഷ്യം ജോലിയാണെങ്കിൽ പഠനം ജി-ടെക്കിൽ തന്നെ. ഇൻ അസോസിയേഷൻ വിത്ത് മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ദേശത്തെ നയിക്കുന്ന ഒരു പുതിയ ദിശയിലേക്ക് നിങ്ങളുടെ ജോയ് ഭാരതത്തിൽ. അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം നൽകുമെന്ന് മന്ത്രി തന്നെ അറിയിച്ചിട്ടുണ്ട്. മന്ത്രി നാളെ ഇവിടെ എത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു ദുരന്തത്തിൽ അവരെ കൈപിടിച്ച് ഉയർത്താൻ വകുപ്പും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തും മറ്റ് എല്ലാ അലൈഡ് ഡിപ്പാർട്ട്മെന്റും ശ്രമിക്കും. തീർച്ചയായിട്ടും ഒരു വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പുതുവർഷ പുലരിയിൽ സംഭവിച്ചത്. പക്ഷെ നമ്മൾ തീർച്ചയായിട്ടും അവർക്ക് കൈത്താങ്ങായിട്ട് കൂടെ തന്നെ ഉണ്ട് എന്ന് അറിയിക്കുന്നു. ന്യൂസ് 18 തൊടുപുഴ. വിശദമായി നോക്കാം. തൊടുപുഴ വെള്ളിയാമറ്റത്ത് കുട്ടിക്കർഷകരുടെ 13 പശുക്കൾ കൂട്ടത്തോടെ ചത്തു. സഹോദരങ്ങളായ ജോർജിന്റെയും മാത്യുവിന്റെയും പശുക്കളാണ് ചത്തത്. കർഷകർക്ക് അടിയന്തര സഹായം നൽകുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. മരച്ചീനിയുടെ തോല് കഴിച്ചതാണ് മരണകാരണമെന്നാണ് കണ്ടെത്തൽ. തൊടുപുഴയിൽ പശുക്കളെ വളർത്തുന്ന 2 കുട്ടിക്കർഷകരുടെ വിശേഷം കുറച്ചുനാൾ മുൻപാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത്. ഏറെ പ്രശംസയും പ്രോത്സാഹനവും വെള്ളിയാമറ്റത്തുകാരായ ജോർജിനും മാത്യുവിനും ലഭിക്കുകയും ചെയ്തിരുന്നു. അവർ രണ്ടുപേരും ഇപ്പോൾ വലിയൊരു സങ്കടത്തിലാണ്. അവരുടെ 13 പശുക്കൾ കൂട്ടത്തോടെ ചത്തു. മരിച്ചിനിത്തൊണ്ട് കഴിച്ചതാണ് പശുക്കൾ ചാകാൻ കാരണമായത്. പുതുവത്സര ദിനമായ ഞായറാഴ്ച രാത്രിയോടെയാണ് തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന പശുക്കൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചത്. അധികം വൈകാതെ 13 പശുക്കൾ തൊഴുത്തിൽ തന്നെ കുഴഞ്ഞു വീണു മരിച്ചു. 5 പശുക്കളുടെ നില ഗുരുതരമാണ്. 17-കാരനായ ജോർജും സഹോദരൻ മാത്യുവും ചേർന്നായിരുന്നു പശുക്കളുടെ പരിപാലനം. ഞായറാഴ്ച വൈകിട്ട് 8 മണിയോടെയാണ് മരിച്ചീനി തൊണ്ട് തീറ്റയായി നൽകുന്നത്. ഇതിനു മുൻപും ഉണങ്ങിയ തൊണ്ട് തീറ്റയായി നൽകിയിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു. നല്ലപോലെ വെയിലത്തിട്ട് ഉണക്കിയാണ് നൽകിയത്. ഇന്നലെ അതുപോലെ നന്നായിട്ട് ഉണങ്ങിയ കപ്പത്തൊലി മറ്റേ ചാക്കിലാക്കി കൊടുത്തു. ഞാനും അതിന് മുകളിലായിരുന്നു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അനിയത്തി പറഞ്ഞ് കരയാൻ ഒച്ച വയ്ക്കാൻ തുടങ്ങി. ഞങ്ങളോട് ഓടി വരാൻ പറഞ്ഞു, എന്നോട് അനിയനോടും. അപ്പം ഞങ്ങൾ ഓടി വന്നു. അപ്പം അവൾ പറഞ്ഞു എൻ്റെ കണ്ണാടിക്ക് നല്ല പ്രയാസമാണെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞങ്ങൾ എല്ലാത്തിനും ഇങ്ങനെ ആയെന്ന് 1-2 അപ്രതീക്ഷിച്ചുള്ളൂ. അപ്പം അടുത്തെത്തിയപ്പോഴത്തേക്കും എല്ലാം കിടന്ന് ഇങ്ങനെ കാലെ കിടന്ന് വരയ്ക്കാൻ തുടങ്ങി. പിന്നെ ആയപ്പോഴത്തേക്കും അവിടെ കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. പിന്നെ അപ്പോഴത്തേക്കും ഇപ്പം ചത്തു. മൊത്തം 22 ഉണ്ട്. 13 ചത്തെന്ന് പറയുന്നു. ചിഞ്ചുറാണി മിനിസ്റ്റർ അനിയനെ വിളിച്ചെന്നാണ് പറഞ്ഞു. ഹോസ്പിറ്റലിലാണ് അമ്മ അനിയൻ ഹോസ്പിറ്റലിലാണ്. അപ്പം അനിയെ ഇതറിഞ്ഞപ്പം പശുക്കൾ ചത്തെന്ന് അറിഞ്ഞപ്പം അവരെ ഭയങ്കര കരച്ചിന് വിഷമമൊക്കെ ആയിരുന്നു. പിന്നെ ആശുപത്രി ഇപ്പം ക്ഷീണമെന്ന് പറഞ്ഞത് അവിടെ കിടന്ന് കരയുക. 10 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. 2022 മികച്ച കുട്ടി ക്ഷീര കർഷകർക്കുള്ള പുരസ്കാരം മാത്യുവിന് ലഭിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കുമെന്ന് ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഇന്നലെ രാത്രി ഒരു 12-12 കാലോടുകൂടിയാണ് അറിഞ്ഞത്. അപ്പം തന്നെ വന്നിരുന്നു. അപ്പം വന്നപ്പം പശുക്കൾ ചത്ത് വീണുകൊണ്ടിരിക്കുകയായിരുന്നു.
ഇന്നലെ തന്നെ ഒരു 12 എണ്ണം ചത്തിരുന്നു. ഇന്ന് രാവിലെ വെളുപ്പിന് ഓറിനോട് ചത്ത് 13 എണ്ണമായി. പക്ഷെ ഇപ്പോൾ ഒരെണ്ണവും കൂടി ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അതിന്റെയും കാര്യത്തിൽ ഡോക്ടർമാർ ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. ബാക്കി പശുക്കളൊക്കെ റിക്കവർ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും അറിയിച്ചിരുന്നു. ക്ഷീരവികസന വകുപ്പിൽ നിന്ന് ഡെപ്യൂട്ടി ഡയറക്ടർ അടക്കം വന്നിരുന്നു. കൂടാതെ നമ്മുടെ മിനിസ്റ്റർ ഇവിടെ രാമജന്മഭൂമി അയോധ്യ ഒരുങ്ങുന്നു. സരയൂ തീരത്ത് രാമക്ഷേത്രം. പതിറ്റാണ്ട് നീണ്ട വ്യവഹാര ഭൂമി ഇനി തീർത്ഥാടന സ്ഥിരാകേന്ദ്രം. വാസ്തുശില്പശൈലിയുടെ അത്ഭുതങ്ങൾ നിറഞ്ഞ ക്ഷേത്ര നിർമ്മാണം. പ്രാൺ പ്രതിഷ്ഠ ഈ മാസം 22-ന്. സമഗ്ര കവറേജുമായി ന്യൂസ് 18 കേരളം. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും പ്രഭാത കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഒരുപാട് വാർത്തകൾ കൂടി നോക്കേണ്ടതുണ്ട്. VM സുധീരന്റെ പ്രസ്താവനയ്ക്കെതിരെ പരോക്ഷ വിമർശനവുമായി ആറ്റിങ്ങൽ MP അടൂർ പ്രകാശ്. 2016 തെരഞ്ഞെടുപ്പിൽ UDF പരാജയപ്പെട്ടതിന്റെ കാരണം സമൂഹത്തിന് നന്നായി അറിയാമെന്ന് അടൂർ പ്രകാശ്. എത്ര വലിയ ത്രികോണ മത്സരത്തിലും ആറ്റിങ്ങലിൽ UDF വിജയം സുനിശ്ചിതമാണ്. ഏത് കേന്ദ്രമന്ത്രി മത്സരിച്ചാലും മത്സരരംഗത്ത് നിന്ന് താൻ ഒളിച്ചോടില്ല എന്നും ആറ്റിങ്ങൽ MP പറഞ്ഞു. വോട്ടർ പട്ടികയിൽ 1,72,000 വ്യാജ വോട്ടുകൾ തിരികെ കയറ്റിയതിന്റെ രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ട്. ആറ്റിങ്ങലിൽ 29 വർഷം ഇടതുപക്ഷം ജയിച്ചത് വ്യാജ വോട്ടിന്റെ പിൻഫലത്തിലാണെന്നും അടൂർ പ്രകാശ് ന്യൂസ് 18നോട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാഷ്ട്രീയ കേരളം തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് കടക്കുകയാണ്. LDF-നും UDF-നും ഒപ്പം ശക്തമായ മത്സരം കാഴ്ചവെക്കാനുള്ള നീക്കത്തിലാണ് BJP-യും. അതിൽ തന്നെ BJP പ്രധാനമായും മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. ആറ്റിങ്ങലിലെ നിലവിലെ MP അടൂർ പ്രകാശ്, അദ്ദേഹം UDF-ന്റെ പ്രതിനിധിയാണ്, ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. വലിയ തരത്തിലുള്ള മത്സരം കാഴ്ചവെച്ചാണ് ആറ്റിങ്ങൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് പിടിച്ചെടുത്തത്. ഇത്തവണ കേന്ദ്രമന്ത്രി V മുരളീധരൻ ഒരുപക്ഷെ അവിടെ മത്സരിച്ചേക്കുമെന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എങ്ങനെയായിരിക്കും താങ്കൾ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നോക്കിക്കാണുന്നത്? തെരഞ്ഞെടുപ്പാകുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന് വേണ്ട പ്രവർത്തനങ്ങൾ എല്ലാം നടത്തേണ്ടതായിട്ട് വരും. അങ്ങനെ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ പറ്റൂ. അതിപ്പോ ഒരു കേന്ദ്രമന്ത്രി വരുന്നു, അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നു എന്നുള്ളതിന്റെ പേരിൽ ഭയപ്പെട്ട് ഓടുന്ന ഒരു വ്യക്തിയല്ല അടൂർ പ്രകാശ്. കാരണം ഒരുപാട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ളൊരു വലിയ ഭാഗ്യം എന്റെ പാർട്ടി എനിക്ക് തരികയുണ്ടായി. ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 5 പ്രാവശ്യം കോന്നി എന്ന് പറയുന്ന മലയോര മേഖലയിൽ മത്സരിച്ച് നല്ല വിജയം കൈവരിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചതാണ്. അതിനുശേഷമാണ് എന്റെ പാർട്ടി എന്നോട് ആവശ്യപ്പെട്ടു ആറ്റിങ്ങൽ പാർലമെന്റിൽ മത്സരിക്കണം എന്നോട് ആവശ്യപ്പെടുകയുണ്ടായി. ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാൻ ഇവിടെ വന്ന് മത്സരിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നത്. പക്ഷെ ഇവിടെ ഉള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇവിടെ കള്ളവോട്ടിന്റെ ഒരു കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഏതാണ്ട് 29 വർഷക്കാലം ഇവിടെ പ്രതിനിധാനം ചെയ്തിരുന്നത് CPM. ആ CPM-ന്റെ പ്രതിനിധി എങ്ങനെ വിജയിച്ചു എന്ന് ചോദിച്ചാൽ അത് കള്ളവോട്ടിന്റെ ബേസിൽ മാത്രമാണ് വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് തെളിയിച്ചു കൊടുക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ കള്ളവോട്ട് ആണ് ഈ ഇത്രയധികം നാളുകൾ, ഏതാണ്ട് 2 ദശാബ്ദത്തിലധികം തുടർച്ചയായി ഇടതുപക്ഷത്തെ അവിടെ വിജയത്തിലേക്ക് നയിച്ചതെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നതിൽ നേരത്തെ കോൺഗ്രസിന് പരാജയം സംഭവിച്ചു എന്നല്ലേ താങ്കൾ പരോക്ഷമായി പറഞ്ഞു വെക്കുന്നത്? അല്ല, അതിനകത്ത് അല്പം ബുദ്ധി പ്രയോഗിച്ച് കാര്യങ്ങൾ പരിശോധന നടത്തേണ്ടിയിരുന്നു. ആ പരിശോധന ഉണ്ടായോ ഇല്ലയോ എന്ന്, മുൻകാലങ്ങളിൽ ഉണ്ടായോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഞാനിപ്പോൾ തൽക്കാലം അതിന് മറുപടി പറയുന്നില്ല. പക്ഷേ ഞാനിവിടെ വന്ന് മത്സരിക്കുന്ന അവസരത്തിൽ എന്റെ പരിശോധനയിൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് 1,14,000 വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ
ബോഗസ് വോട്ടായി ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ട്. 1,02,000 1,14,000 വോട്ടുകൾ. ആ 1,14,000 വോട്ടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തിയതിനു ശേഷം അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ പരാതി ഞാൻ കൊടുത്തു. കേരളത്തിൽ അതുകൂടാതെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിലും ഞാൻ ഇതിന്റെ തെളിവുകൾ സഹിതം അവിടേക്ക് കൊടുത്തു. അന്നത്തെ ജില്ലാ കളക്ടർ എന്നോട് പറഞ്ഞ് ആശ്വസിപ്പിച്ച ഒരു വാക്കുണ്ട്, ഇവിടെ അങ്ങനൊന്നും ഇല്ല, ഒരു കുഴപ്പവും ഇല്ല എന്നാണ് എന്നോട് പറഞ്ഞ് ആശ്വസിപ്പിച്ചത്. ഞാൻ അപ്പോഴും അവരോട് പറഞ്ഞു, ഉണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഞാൻ തർക്കിക്കുന്നില്ല, പക്ഷേ എന്റെ കണ്ടെത്തലനുസരിച്ച് ഇവിടെ ഡബിൾ വോട്ടിംഗ്, അതുപോലെ തന്നെ ഒരേ ആൾക്ക് തന്നെ 3-4 ഇടങ്ങളിൽ വോട്ടുള്ള സ്ഥലങ്ങളുണ്ട്, അത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനോട് ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കളക്ടർക്ക് ഒരു നിർദ്ദേശം കിട്ടി. ഈ സ്ഥാനാർത്ഥി പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് അതിന് നടപടികൾ ഉണ്ടാകേണ്ടി വരും എന്ന് അറിയിച്ചതനുസരിച്ച് അവർ പറഞ്ഞു, കള്ളവോട്ട് ചെയ്യാൻ ആരെങ്കിലും കടന്നു വന്നാൽ അതിന്റേതായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കും എന്ന് അവർ പ്രഖ്യാപിക്കേണ്ടതായി വന്നു. അല്ല, അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ പ്രധാനമായും പ്രത്യേകിച്ച് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടൊക്കെ കോൺഗ്രസിനുള്ളിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന വലിയ തർക്കങ്ങളൊക്കെയുണ്ട്. അത് ആറ്റിങ്ങൽ ഏതെങ്കിലും തരത്തിൽ താങ്കളുടെ വിജയ പ്രതീക്ഷകൾക്ക് വെല്ലുവിളിയാകുമെന്ന് കരുതുന്നുണ്ടോ? ഞാൻ അങ്ങനെ ആ തരത്തിലൊന്നും കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് ഭിന്നിപ്പ് നടത്തിക്കൊണ്ട് ആ ഭിന്നിപ്പിലൂടെ ഇവിടെ എന്തെങ്കിലും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. കോൺഗ്രസിനകത്ത് കോൺഗ്രസ് ഒരു ജനാധിപത്യ സംഘടനയാണ്. ആ ജനാധിപത്യ സംഘടന എന്നുള്ളതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്പസ്വല്പം അഭിപ്രായ ഭിന്നതകൾ എല്ലാ അവസരങ്ങളിലും ഉണ്ടാകും. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഉണ്ടാകുന്ന ഒരു അവസരങ്ങളല്ല, ആ അവസരങ്ങളെക്കാൾ ഉപരിയായി എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും. അതേസമയം മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അതുപോലെ അവസരങ്ങളുണ്ടെങ്കിലും അത് പുറത്തു വരില്ല. കോൺഗ്രസ് ആവുമ്പോൾ ജനാധിപത്യ സംഘടന എന്നുള്ള നിലയിൽ അത് പൊട്ടിത്തെറിച്ചുകൊണ്ട് ആളുകൾ അത് പറയുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ പറഞ്ഞു വന്നൊന്ന് പൂർത്തീകരിക്കട്ടെ. പറഞ്ഞു വന്നത്, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ കണ്ടെത്തിയ 1,14,000 ആയിരുന്നു എങ്കിൽ ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ 1,72,000 ബോഗസ് വോട്ടുകൾ കടന്നുകൂടിയിട്ടുണ്ട്. 1-2 അല്ല, 1,72,000 വോട്ടുകൾ ഇപ്പോൾ കടന്നുകൂടിയിരിക്കുകയാണ്. അല്ല, ഈ ഇരട്ട വോട്ട് ഇതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള പരാതി താങ്കൾ ഗുരുതരമായ ഒരു ആരോപണമാണല്ലോ ഉന്നയിക്കുന്നത്? അങ്ങനെയാണ് ഞാൻ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത് വെറുതെ ഉന്നയിക്കുന്നതല്ല. ഞാൻ ഇത് തെരഞ്ഞെടുപ്പ് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷണർക്ക് ഞാൻ പരാതി നേരിട്ട് പോയി അദ്ദേഹത്തിന് സമർപ്പിച്ചു. അതുകൂടാതെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർ മുമ്പിലും എന്റെ പരാതി ഞാൻ നൽകുകയും അവിടെ കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ആളിനെ നേരിട്ട് കണ്ട് ഞാൻ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് ശുദ്ധീകരിക്കുന്ന ഒരു സമയമുണ്ട്, അല്ലെങ്കിൽ പുതിയതായി വോട്ടർമാരെ ചേർക്കുന്ന സമയമുണ്ട്. അതിൽ എല്ലാം പരിഹരിക്കപ്പെടും എന്നാണ് അവരും എന്നോട് പറഞ്ഞിട്ടുള്ളത്. അല്ല, അവിടെ ഈ ഒരു ത്രികോണ മത്സരത്തിനുള്ള സാധ്യത, അതായത് ഈ ഇടതുപക്ഷം വലിയ തരത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഒരു മണ്ഡലം കോൺഗ്രസ് വലിയ വരവ് നടത്തിയ ഒരു മത്സരം, സ്വാഭാവികമായി അത് ഒരു അഭിമാന പോരാട്ടമായി മാറുകയാണ്. ഇപ്പോൾ ഈ 2024 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടേക്ക് BJP കൂടി വലിയ പ്രതീക്ഷയോടെ ആറ്റിങ്ങിലേക്ക് കടന്നു വരുമ്പോൾ അത് വലിയ തരത്തിലൊരു ത്രികോണ മത്സരമായി മാറുമെന്ന് താങ്കൾ കരുതുന്നുണ്ട്? തെരഞ്ഞെടുപ്പാകുമ്പോൾ ആർക്ക് വേണേലും മത്സരിക്കാം. അതിപ്പോ കോൺഗ്രസ് എന്ന് UDF എന്ന് മാത്രമല്ല, CPM എന്ന് മാത്രമല്ല, മറ്റ് രാഷ്ട്രീയ പാർട്ടി, ഇപ്പൊ BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ത്രികോണ മത്സരം ഉണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും ഞാൻ ഇവിടെ മത്സരിക്കുന്ന സമയത്ത് ത്രികോണ മത്സരമായിരുന്നു. BJP ഉൾപ്പെടെയുള്ള ആളുകൾ, ശോഭാ സുരേന്ദ്രനായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ പറയുന്ന കേന്ദ്രമന്ത്രി തന്നെ നേരിട്ട് വന്ന് ഇവിടെ മത്സരിക്കാൻ പറ്റില്ല. അവരുടെ സംഘടനാ സംവിധാനം ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ഉണ്ടായതുപോലല്ല, കുറച്ചുകൂടി അടിത്തറ ശക്തമാണിപ്പോൾ. അത് കൃത്യമായ ആസൂത്രണത്തോടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങനെ അടിത്തറ ശക്തമാക്കിയാണ് എന്ന വിലയിരുത്തലുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ എടുത്തു ചോദിച്ചത്. അല്ല, അതിപ്പോ ഇവിടെ തെരഞ്ഞെടുപ്പിൽ ആർക്കും മത്സരിക്കാം. അതിപ്പോ കേന്ദ്രമന്ത്രിയാകട്ടെ, അല്ലെങ്കിൽ കേന്ദ്ര സഹമന്ത്രിയും ഇപ്പൊ മത്സരിക്കുന്നു എന്നറിഞ്ഞു. അതല്ല, ക്യാബിനറ്റ് മന്ത്രിയായിരിക്കാം. ആര് വന്നാലും ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ആ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിച്ച് ആ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞ്
ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ മുമ്പോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മുഖ്യമായ ലക്ഷ്യം. അല്ല, ഈ UDF ഇത്തവണയും വലിയൊരു ഉറച്ച വിജയപ്രതീക്ഷയിലാണ്. താങ്കൾ ഈ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും മത്സരിച്ചാൽ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. അതിന് ഒരു സംശയമില്ലല്ലോ. ഞാൻ ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഞാൻ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന MP-മാരെ പോലെ അല്ല. പല ആളുകളും ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞപ്പോൾ ആളുകളുടെ മുമ്പിൽ ചെന്നപ്പോൾ അവരെന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഇനി എന്നാണ് കാണാൻ കഴിയുക? ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താ അറിയുക, ഇപ്പോൾ എല്ലാ ദിവസങ്ങളും അവരെന്നെ കണ്ട് അവർക്ക് ഒന്ന് മാറി നിന്നാൽ എന്താ എന്നുള്ള തരത്തിലേക്ക്. കാര്യം അതുപോലെ ഞാൻ എല്ലാ ദിവസങ്ങളിലും ഈ നിയോജകമണ്ഡലത്തിന്റെ ഓരോ മേഖലകൾ ഇപ്പൊ ഒന്നിച്ച് ഒരു ഈ നിയോജകമണ്ഡലത്തിന്റെ കിടപ്പനുസരിച്ച് ഒരു ദിവസം കൊണ്ട് ഓടിയെത്താൻ പറ്റുന്നതല്ല. അങ്ങനെ ഓടിയെത്താൻ കഴിയുന്ന ഒരു ഭൂപ്രകൃതിയല്ല ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജകമണ്ഡലത്തിലുള്ളത്. അതുകൊണ്ട് ഞാൻ പരമാവധി സ്ഥലങ്ങൾ ഓടിയെത്തി ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ അതിന് ഇടപെടാറുണ്ട്. ഇടപെടുക മാത്രമല്ല, ഒരു MP എന്നുള്ള നിലയിൽ ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ഈ നാടിനു വേണ്ടി ചെയ്യാനും ഞാൻ നേതൃത്വം കൊടുത്തു. ഒരു കാര്യം കൂടെ അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസമാണ് KPCC നേതൃയോഗം കഴിഞ്ഞത്. അതിന് തൊട്ടു പിന്നാലെ VM സുധീരൻ ഈ നേതൃത്വത്തെ മുഴുവൻ രൂക്ഷമായി വിമർശിക്കുന്ന ഒരു സമീപനം. അദ്ദേഹം നേരത്തെ KPCC അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹം അത്തരം ഒരു ശൈലി സ്വീകരിച്ചത് പാർട്ടി ഇങ്ങനൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പശ്ചാത്തലത്തിൽ ഉചിതമായ ഒരു കാര്യമാണ് എന്ന് അടൂർ പ്രകാശിന് കരുതാൻ കഴിയും. അതിപ്പോ ഞാന് VM സുധീരനും സുധാകരനും അല്ലെങ്കിൽ അവർ ഉന്നത തലങ്ങളിലുള്ള നേതാക്കന്മാരാണ്. അപ്പൊ ഉന്നത തലങ്ങളിലുള്ള നേതാക്കന്മാരെന്നുള്ള നിലയിൽ അവർ പറയുന്നതിന് മറുപടി പറയാൻ ആ സ്ഥാനത്തേക്ക് പറയേണ്ടി വരുന്ന ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേർന്നുവെങ്കിൽ അപ്പോൾ ഞാൻ പറയാം. അതല്ലാതെ കണ്ട് ഞാൻ ആരെയും വിമർശിക്കാൻ തയ്യാറല്ല. പക്ഷേ ഇവിടെ 2016 ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇവിടെ ഭരണം നടത്തുന്ന അവസരത്തിൽ അത് 2016 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എങ്ങനെ UDF-ന് നഷ്ടപ്പെട്ടു എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അത് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തും. ജനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഇതെന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ജനങ്ങൾ വിലയിരുത്തട്ടെ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കുമോ ഈ കോൺഗ്രസ് ദേശീയ നേതൃത്വം പോലും അദ്ദേഹം മുമ്പോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പരിഗണിക്കാത്ത ഒരു പശ്ചാത്തലം ഉണ്ടായത്? താങ്കൾ ഇപ്പോൾ സൂചിപ്പിക്കുന്ന ഈ 2016 കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യം തന്നെയായിരിക്കും. അല്ല, അത് കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. കേന്ദ്ര നേതൃത്വം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ അതിന് ഇവിടെ നടന്ന ചർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ചർച്ചയ്ക്ക് മറുപടി പറയുവാനോ അത് സുധീരൻ ചെയ്തത് ശരിയെന്ന് പറയാനോ അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്തത് തെറ്റെന്ന് പറയാനോ ഒന്നും ഞാൻ തയ്യാറല്ല. ഞാനൊരു പാർട്ടി പ്രവർത്തകനാണ്. പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എപ്പോഴും മാന്യതയും അതേപോലെ തന്നെ പാർട്ടിക്ക് ദോഷം വരാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുകയാണ് ഏറ്റവും അത്യാവശ്യം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ തീർച്ചയായും കേരളത്തിലെ ഇന്ന് കാണുന്ന പല കാര്യങ്ങൾക്കും പരിഹാരമുണ്ടാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ഈ UDF-ന് കഴിയും. ഓക്കെ, അപ്പം എന്തായാലും വലിയ തരത്തിലുള്ള വിജയപ്രതീക്ഷയാണ് വീണ്ടും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന് അടൂർ പ്രകാശ് പങ്കുവെക്കുന്നത്. ത്രികോണ മത്സരം നടന്നേക്കും, അല്ലെങ്കിൽ വലിയ ശക്തമായ ത്രികോണ മത്സരം നടക്കുമെന്ന് പറയുന്നു. അതോടൊപ്പം കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ തന്നെ അവിടെ മത്സരരംഗത്തേക്ക് എത്തുമെന്ന് പറയുമ്പോഴും അതൊന്നും തനിക്ക് പ്രശ്നമല്ല. ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയാണ് അടൂർ പ്രകാശ് ന്യൂസ് 18-മായി പങ്കുവെക്കുന്നത്. വളരെ നന്ദി, ഞങ്ങളോടൊപ്പം സമയം പങ്കിട്ടേ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വർണ്ണക്കപ്പുമായുള്ള ഘോഷയാത്ര അല്പസമയത്തിനകം കോഴിക്കോട് നിന്ന് പുറപ്പെടും. ഘോഷയാത്രയായാണ് സ്വർണ്ണക്കപ്പ് കൊല്ലത്തേക്ക് എത്തിക്കുന്നത്. MS അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. അനീഷ്, കഴിഞ്ഞ വർഷം നമുക്കറിയാം കോഴിക്കോടിനായിരുന്നു ആ സ്വർണ്ണക്കപ്പ് ലഭിച്ചത്. ഇത്തവണ എന്തായാലും കൊല്ലത്ത് നമ്മളൊക്കെ കാത്തിരിക്കുന്ന സ്കൂൾ സംസ്ഥാന കലോത്സവത്തിനുള്ള തുടക്കം ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവിടേക്ക് കപ്പ് എത്തിക്കുന്നുള്ള ഘോഷയാത്ര അല്പസമയത്തിനകം നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ എത്തി, എന്താണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ തവണ കലോത്സവം നടന്ന കോഴിക്കോടിൻ്റെ മണ്ണിൽ നിന്നും സ്വർണ്ണക്കപ്പെടുത്ത കോഴിക്കോട് ടീം അവരുടെ ജൈത്രയാത്ര കൊല്ലത്തേക്ക് തുടങ്ങുകയാണ്. അതിൻ്റെ ഒരു ആഘോഷമാണ്. സാധാരണഗതിയിൽ ഈ കപ്പ് നേടുമ്പോഴൊക്കെയാണ് ഇത്ര ആവേശത്തോടുകൂടിയുള്ള പരിപാടികളെങ്കിൽ ഇന്ന് കപ്പുമായി അവർ കൊല്ലത്തേക്ക് പോകുമ്പോൾ
വീണ്ടും ഈ കപ്പുമായി തിരിച്ചു വരണം എന്ന ഒരു ആഗ്രഹത്തോടുകൂടി തന്നെ അതിനായുള്ള തയ്യാറെടുപ്പിൽ തന്നെയായിരുന്നു മാസങ്ങളായി ഈ ടീമുള്ളത്. എന്തായാലും സ്വർണ്ണക്കപ്പ് വേദിയിൽ നിർത്തിയിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്നു. ഈ കപ്പ് വീണ്ടും തിരിച്ചു കൊണ്ടുവരണമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കുട്ടികളൊക്കെ മറുവശത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇവർ ഒരു ഘോഷയാത്രയായി പോലീസ് അകമ്പടിയോടുകൂടിയാണ് ഇവിടുന്നും യാത്ര പോകുന്നത്. ഇന്ന് തൊടുപുഴയിലെത്തും, നാളെ വീണ്ടും പ്രയാണം തുടർന്ന് ഈ കൊല്ലത്തെത്തും. അതിനുശേഷമാണ് മത്സരങ്ങളിലേക്കൊക്കെ കടക്കുക. എന്തായാലും തികഞ്ഞ പ്രതീക്ഷയിൽ തന്നെയാണ് കോഴിക്കോടുള്ളത്. കഴിഞ്ഞ തവണത്തെ ആധിപത്യം ഇത്തവണയും നിലനിർത്താൻ കഴിയുമെന്ന, അതായത് കൊണ്ടുപോകുന്ന അതേ വേഗതയിൽ തന്നെ തിരിച്ചാ കപ്പ് തിരിച്ചെത്തിക്കും അല്ലേ? കൊണ്ടുവന്നത് നമുക്കറിയാം, നമ്മളെ മലയാളിയുടെ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളിയുടെ ഒരു സാംസ്കാരിക ഔന്നത്യത്തിൻ്റെ പ്രതീകമാണ് ശരിക്കും ഈ 117 പവൻ സ്വർണ്ണക്കപ്പ്. നമ്മളുടെ എല്ലാ കലാമൂല്യങ്ങളുടെയും എല്ലാ കലാപരിപാടികളുടെയും ഒരു സംഗമ സ്ഥാനമാണ് ശരിക്കും കലോത്സവങ്ങൾ. കുട്ടികൾ അത് പഠിക്കുകയാണ്. മൺമറഞ്ഞു നശിച്ചു പോകാനിടയുള്ളതും അങ്ങനെയുള്ള എല്ലാ കലാപരിപാടികളും കുട്ടികൾ മത്സരത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. അതിനുള്ള ഒരു പ്രതീകമാണ് ശരിക്കും ഈ സ്വർണ്ണക്കപ്പ്. അതിൽ ഏറ്റവും വലിയ മധുരം എന്ന് പറയുന്നത് നമ്മുടെ സാഹിത്യ നഗരിയിൽ നിന്നാണ് ഇത് കൊല്ലത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊരു പ്രതീകാത്മകമാണ്. വളരെ കുട്ടികൾ ആവേശം തന്നെ നിങ്ങൾക്ക് കാണാം. ആ കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് രാവിലെ 7 മണിക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വിവിധ ജില്ലകളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പോകുന്നത്. നമ്മൾ രാമനാട്ട് വരെ മാത്രമേ പോകുന്നുള്ളൂ. കോഴിക്കോട് DDയെ പ്രതിനിധീകരിച്ച് 2 സൂപ്രണ്ടുമാർ കൊല്ലം വരെ പോകുന്നുണ്ട്. ഏതായാലും ഞങ്ങൾക്ക് തന്നെ ഈ ട്രോഫി തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹവും കൂടി കുട്ടികളുടെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ട്. അതിനനുസരിച്ചുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ. ഇതേ വേഗത്തിൽ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. കുട്ടികളതിന് റെഡിയാണ്. എന്തായാലും കോഴിക്കോട് ടീം റെഡിയാണ്. കാരണം സാഹിത്യ നഗരമായി മാറിയ ശേഷമുള്ള ആദ്യ കലോത്സവമാണ്. അതുകൊണ്ട് ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് അവർ തയ്യാറല്ല. ജില്ലാതല മത്സരങ്ങളിലും മറ്റുമൊക്കെ വീറും വാശിയുമുള്ള പോരാട്ടങ്ങൾ കണ്ടു. ദിവസങ്ങളോളം നീണ്ട പരിശീലനം പൂർത്തിയാക്കിയാണ് ഈ സംഘം യാത്രയാവാൻ പോകുന്നത്. നമുക്കറിയാം, രാവിലെ തന്നെ ഇത്രയധികം കുട്ടികൾ ഇവിടെ തടിച്ചു കൂടിയിരിക്കുകയാണ് ഈ ചടങ്ങിൽ. ഈ ട്രോഫി ആഘോഷത്തോടു കൂടി ഇവിടെ നിന്നും കൊടുത്തയക്കാൻ, അതിനുശേഷം അതേ വേഗതയിൽ നേരത്തെ പറഞ്ഞതുപോലെ അതേ വേഗതയിൽ ഇത് തിരിച്ചെത്തിക്കണം എന്നൊരു പ്രതീക്ഷയാണ് ഇവർക്കുള്ളത്. വലിയ തയ്യാറെടുപ്പുകളുണ്ട്. എന്തായാലും കൊല്ലത്ത് ആവേശം, കോഴിക്കോട് കൊണ്ട അതേ ആവേശം കൊല്ലത്തും പ്രകടമാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതിനുള്ള ചടങ്ങുകൾ തുടങ്ങാൻ പോവുകയാണ്. അതിനുശേഷം 8 മണിക്ക് ശേഷം ഈ കപ്പിൻ്റെ പ്രയാണം കൊല്ലത്തേക്ക് ആരംഭിക്കും. എന്തായാലും കുട്ടികളൊക്കെ വലിയ ആവേശത്തിലാണെന്ന് മനസ്സിലായി. അത് കപ്പ് കൊണ്ടുപോകാൻ മാത്രമല്ല തിരിച്ച് കൊണ്ടുപോരാനും ആയിരിക്കും. എന്തായാലും കോഴിക്കോട് വലിയ എല്ലാ വർഷത്തിലും വലിയ പ്രകടനം, ഇന്നും പ്രകടനം കാഴ്ചവെക്കുന്ന ജില്ലയാണ് കോഴിക്കോട്. ഇത്തവണയും അത് ഉണ്ടാകുമെന്നുള്ളൊരു ആത്മവിശ്വാസം കുട്ടികളുടെയൊക്കെ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏകദേശം എപ്പോൾ പുറപ്പെടും യാത്ര? യാത്ര അല്പസമയത്തിനകം പുറപ്പെടും. നമുക്കറിയാം, അതിൻ്റെ പ്രതീകാത്മകമായ ഒരു പതിപ്പ് വാഹനത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയും. ഇത് മറ്റെല്ലാ ഇടങ്ങളിലും ഈ സ്കൂളുകളിലും മറ്റുമൊക്കെ പോകുമ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെ കാണുന്നതിനും സ്വീകരണം നൽകേണ്ടവർക്ക് അതിനുമുള്ള ഒരു അവസരമുണ്ട്. എന്തായാലും ഈ കലോത്സവത്തിൻ്റെ ഒരു ആവേശം എല്ലാ ഇടങ്ങളിലേക്കും എത്തിക്കുക എന്നത് തന്നെയാണ് ഇതുകൊണ്ട് ലക്ഷ്യം വിടുന്നത്. കുട്ടികളൊക്കെ ഈ സ്റ്റുഡൻറ് കേഡറ്റ്സിൻ്റെയും NCCയുടെയും റെഡ് ക്രോസിൻ്റെയും ഒക്കെ വിദ്യാർത്ഥികൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് നമുക്ക് കാണാം. ഈ ചടങ്ങിന് വേണ്ടിയുള്ള കലോത്സവം തുടങ്ങാം. നിങ്ങളൊക്കെ പങ്കെടുക്കുന്നുണ്ടോ അതോ ഇവരെ യാത്രയാക്കാൻ എങ്ങനെ ഇങ്ങോട്ട് എങ്ങനെയാ പറയാ, സന്തോഷമുണ്ട്. നല്ല യാത്രയാക്കിയത് കാണാൻ പറ്റിയതിനൊക്കെ സന്തോഷം. ഇവരെല്ലാം പോയി കപ്പടി ഇത് തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെ വേണമല്ലോ. കൊടുത്തു വിടുകയല്ലേ ചെയ്യുന്നത്? തിരിച്ചിങ്ങോട്ട് എടുക്കും. എങ്ങനെയാ തിരിച്ച് കോഴിക്കോട് കൊടുത്താലും നമ്മൾ തിരിച്ചെടുക്കും. കപ്പ് കൊടുത്താലും നമ്മൾ തിരിച്ചെടുക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഓ ഉണ്ട്. ഞങ്ങളെ തയ്യാറെടുപ്പൊക്കെ ആയിരുന്നു. ഒരു ഭയങ്കര പ്രാക്ടീസ് ആയിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സിൽ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ഉണ്ട്. ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ഭയങ്കര പക്ഷെ ഞങ്ങൾ അടിക്കും. കുട്ടികളൊക്കെ എങ്ങനെ എങ്ങനെയുണ്ട്? കപ്പ നിങ്ങൾ തിരിച്ചു കൊണ്ടുവരുന്നത് തന്നെയാണോ പ്രതീക്ഷ? നമ്മൾ തന്നെ കൊണ്ടുവരും കപ്പ. ഡാൻസ്
എന്തായാലും കൊണ്ടുപോകുന്ന അതേ വേഗതയിൽ കപ്പ് ഞങ്ങൾ തിരിച്ചിങ്ങ് കോഴിക്കോടിന്റെ മണ്ണിലേക്ക് തന്നെ കൊണ്ടുവരുമെന്നാണ് നമ്മുടെ കുട്ടികൾ, കോഴിക്കോടിലെ കുട്ടികൾ പറയുന്നത്. എന്തായാലും കലോത്സവം വെള്ളിയാഴ്ച കൊല്ലത്ത് തുടങ്ങുകയാണ്. അതിനുള്ള ഒരു ആവേശം, ആഗ്രഹത്തിലൊക്കെ കാണാനുള്ള ആഗ്രഹത്തിലൊക്കെയാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങൾ വിജയിച്ച് കയറട്ടെ, കലയുടെ കിരീടം ഏത് ജില്ല കൊണ്ടുപോയാലും നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ വിജയിക്കട്ടെ എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. എന്തായാലും MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. പ്രഭാത കേരളത്തിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. അതുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.